ദേശീയപാതയിൽ തലപ്പാടി മുതൽ ചെർക്കുള വരെയുള്ള 39 കിലോമീറ്റർ ദൂരം ഇപ്പോൾ പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിലാണ്. ULCC നിർമ്മിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയ റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തതോടെ അപകടങ്ങൾ, നിയമലംഘനങ്ങൾ എന്നിവയെല്ലാം അറിയാവുന്ന ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രത്തിന്റെ പ്രവർത്തനവും ആരംഭിച്ചു. അരുൺ പാറയ്ക്കലിന്റെ റിപ്പോർട്ട്. ദേശീയപാത 66 തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള 39 കിലോമീറ്റർ ദൂരമാണ് ULCC നിർമ്മിക്കുന്നത്. ആ ഭാഗത്ത് നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞു. അതുമാത്രമല്ല, റോഡ് NHAIക്ക് കൈമാറി പൊതുജനങ്ങൾക്ക് ഗതാഗതത്തിന് വേണ്ടി റോഡ് തുറന്നു കൊടുക്കുകയും ചെയ്തു. 39 കിലോമീറ്റർ റൂട്ടിൽ 39 ക്യാമറകളാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ബോർഡ് ഇതിവിടുത്തെ അവരുടെ കൺട്രോൾ റൂമാണ്. ഈ ക്യാമറകളുടെ കൺട്രോൾ റൂമാണ്. ഈ ക്യാമറയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നത്. അതിന് മാനേജർ സജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? അഡ്വാൻസ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു കൺട്രോൾ റൂമാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന മഞ്ചേശ്വരത്താണ്. കൺട്രോൾ റൂമിൽ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് ഇവിടെയുള്ള കംപ്ലീറ്റ് സിസ്റ്റംസ്. 39 കിലോമീറ്ററിലുള്ള ക്യാമറകൾ, മെസ്സേജ് സിസ്റ്റം ഉണ്ട്. അത് 6 മെസ്സേജ് സിസ്റ്റംസ് നമ്മൾ പല ലൊക്കേഷനിലായിട്ട് മെസ്സേജസ് വെച്ചിട്ടുണ്ട്. അത് മെയിൻലി ട്രാഫിക് റൂൾസിനെ കുറിച്ചും അതുപോലെ എന്തെങ്കിലും എമർജൻസി മെസ്സേജസ് ഡിസ്പ്ലേ ചെയ്യാനും നമുക്ക് ഈ 6 മെസ്സേജസുകൾ 39 കിലോമീറ്റർ നമുക്ക് അവൈലബിൾ ആണ്. ഈ റോഡുകളിൽ നമ്മൾ 15ഓളം ഇൻസിഡൻറ്റ് ഡിറ്റക്ഷൻ ക്യാമറകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ക്യാമറകളുടെ റിപ്പോർട്ടാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ റോഡുകളിലുള്ള റോങ് ആയിട്ടുള്ള എൻട്രികൾ, അതുപോലെ സ്റ്റോപ്പ് ചെയ്യുന്ന റോഡിലെ കാരേജ് വേയിൽ സ്റ്റോപ്പേജുകൾ, അതെല്ലാം നമുക്ക് ഈ മോണിറ്ററിങ്ങിൽ അറിയാൻ പറ്റും. ഒരു റോങ് വേ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് നമുക്കുള്ളത് ഇവിടുത്തെ VAST ആണ്, ഇവിടുത്തെ സ്പീഡാണ്. അത് നമുക്ക് ഇതേപോലെ നമ്പർ പ്ലേറ്റ് അടക്കമുള്ള ANPR ക്യാമറ പോലെയുള്ള നമ്പർ പ്ലേറ്റ് ഡിറ്റക്റ്റ് ചെയ്യാനും സ്പീഡ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള റഡാർ അടക്കമുള്ള ഒരു സിസ്റ്റമാണിത്. ഇതിൽ ത്രൂ ഔട്ട് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അറ്റ് എ ടൈം 39 ക്യാമറകളും നമുക്ക് ഇവിടെ നിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഈ റോഡ് തുറന്നു കൊടുത്തപ്പോൾ മുതലേ നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ആളുകൾ റോഡ് ക്രോസ് ചെയ്യുന്നതാണ്. ദേശീയപാത 6 വരി പാതയാണ്, ക്രോസ് ചെയ്യരുതെന്ന് എത്ര മുന്നറിയിപ്പ് നൽകിയിട്ടും പാലിക്കുന്നില്ലല്ലോ. ഈ ഹൈവേ ക്രോസ് ചെയ്യുന്നത് ഭയങ്കര ഒരു ആക്സിഡൻറ്റ് നമ്മൾ പല സ്ഥലത്തായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ റോഡ് വാഹനങ്ങൾ റോങ് സൈഡ് വന്ന് എക്സിറ്റ് കൂടെ എൻട്രി ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ റോഡ് ക്രോസിങ് ഒരു വലിയൊരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. കുറേ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കൾച്ചർ, ഡ്രൈവിംഗ് കൾച്ചർ കൂടി ഒന്ന് മോണിറ്റർ ചെയ്ത് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണിത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദേശീയപാത 66 6 വരി പാതയാണ്. അമിത വേഗതയിലാണ് വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്നത്. ഇതിലൂടെ റോഡ് ഇങ്ങനെ അശ്രദ്ധമായി ക്രോസ് ചെയ്യരുതെന്ന് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ അത് പാലിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഇവരും പറയുന്നത്. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. എന്തായാലും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ നാഷണൽ ഹൈവേയിൽ നമ്മൾ ഈ 6 വരി പാത വീതം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വേഗത്തിൽ പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ വരുമ്പോൾ അത് മുറിച്ചു കടക്കാനൊക്കെ ശ്രമിച്ചാൽ വലിയ അപകടം ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.